കയ്യിലിട്ട വളകളും വിരലിലെ മോതിരങ്ങളും ഊരിയെടുക്കാനാകാതെ തളിപ്പറമ്പ് അഗ്നിരക്ഷാ നിലയത്തിൽ സഹായം തേടി ചൊവ്വാഴ്ചയെത്തിയത് 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർ. കഴിഞ്ഞ 5 മാസത്തിനിടയിൽ ഇത്തരം 40ഓളം കേസുകളാണ് തളിപ്പറമ്പ് അഗ്നിശമന നിലയം കൈകാര്യം ചെയ്തത്. ചൊവ്വാഴ്ചയാണ് കുപ്പത്തെ LKG വിദ്യാർത്ഥിനിയും കൊണ്ട് രക്ഷിതാക്കൾ തളിപ്പറമ്പ് ഫയർ സ്റ്റേഷനിലെത്തിയത്. സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിനിടെ ഇരു കൈകളിലും സ്വർണ്ണവളകൾ കുടുങ്ങുകയായിരുന്നു. ഗ്ലാസും സോപ്പും ഉപയോഗിച്ച് ഒരു കൈയിലെ വള ഫയർഫോഴ്സ് സംഘം അഴിച്ചെടുത്തു. എന്നാൽ മറ്റേ കൈയിലെ വള അഴിച്ചെടുക്കാൻ സാധിച്ചില്ല. ചെറിയ കുട്ടിയായതിനാൽ വീണ്ടും ഊരാൻ ശ്രമിക്കുന്നത് വേദനയുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ വള മുറിച്ചെടുക്കുകയായിരുന്നു. പിന്നാലെ മോതിരം വിരലിൽ കുടുങ്ങിയ 8ാം ക്ലാസ് വിദ്യാർത്ഥിയും ഫയർ സ്റ്റേഷനിലെത്തി. സ്റ്റീൽ മോതിരം വിരലിൽ കുടുങ്ങി വീർത്ത് ചെറിയ മുറിവുമുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്ന് അഴിച്ചെടുക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അഗ്നിരക്ഷാ നിലയത്തിലെത്തിയത്. ഉദ്യോഗസ്ഥർ കട്ടർ ഉപയോഗിച്ച് മോതിരം മുറിച്ചു നീക്കി. ബക്കളത്തെ അംബികയുടെ വിരലിൽ കുടുങ്ങിയ ഫാൻസി മോതിരവും സേനാംഗങ്ങൾ മുറിച്ചെടുത്തു. കഴിഞ്ഞ 5 മാസത്തിനിടെ 40ഓളം സംഭവങ്ങൾ ഇത്തരത്തിലുണ്ടായിട്ടുണ്ട്. സ്വർണ്ണവള, മോതിരം, സ്റ്റീൽ, അലൂമിനിയം ആഭരണങ്ങൾ, കമ്മൽ തുടങ്ങിയവയാണ് മുറിച്ചെടുത്തത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.